ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കണം. അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല കോൾഡൊക്കെയാണ്, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ശബ്ദത്തിലൊക്കെ ഉണ്ടാവും കേട്ടോ, ക്ഷമിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ജനുവരി ആയല്ലോ, ജനുവരി ലാസ്റ്റോട് കൂടി നമുക്ക് ഗവിവേ വിന്നറെ തിരഞ്ഞെടുക്കണം. അപ്പം എല്ലാവരും മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ കുറേ ദിവസമായി അല്ലേ വ്ളോഗായിട്ട്. ഒരു എന്താ പറയുക, പഴയ പോലെ ഒരു ഇതായിട്ടില്ല, ഒരു ഫ്ലോ ആയിട്ടില്ല അല്ലേ. കുറേ ദിവസമായി ഇങ്ങനെ യാത്രകളും കാര്യങ്ങളും, വീട്ടിൽ കല്യാണമായ കാരണം ആ തിരക്കുകളും പരിപാടികളൊക്കെ ആയിട്ട്. ഇന്നും പോകണം കേട്ടോ. ഇന്നും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോവുകയാണ്. ഇന്നും അവിടെ ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ കല്യാണം ഡിസംബർ 25-നായിരുന്നല്ലോ. അപ്പം അന്ന് കൂടാൻ പറ്റാതിരുന്ന ആൾക്കാർക്കും ഒക്കെ ഇന്ന് ആണ് കേട്ടോ പ്രോഗ്രാം. അപ്പം അങ്ങോട്ട് പോകണം. അപ്പം ഞാൻ രാവിലെ തന്നെ സുബഹ് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഇൻസ്റ്റൻറ്റ് വെള്ളപ്പുണ്ടല്ലോ, അത് മാവ് ഉണ്ടാക്കി വെച്ച് പോയതായിരുന്നു കേട്ടോ. അതിക്കൊരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസങ്ങളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ എണീറ്റ് എന്തെങ്കിലും ചെറുതായിട്ട് ബ്രെഡ് ടോസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോവുമായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് എനിക്ക് തോന്നി, കഴിച്ച് മടുത്തു കേട്ടോ. കഴിച്ചല്ല, വേറെയുള്ള ഫുഡൊക്കെ കണ്ട് മടുത്തു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലത്തെ ഫുഡ് എന്തായാലും ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ സുഖമില്ല, അപ്പോൾ പിന്നെ അങ്ങനെ ഒരു മൂഡ്. അപ്പോൾ ഇതാ ഞാൻ പനീർ ബട്ടർ മസാലയും വെള്ളപ്പവും ഉണ്ടാക്കാനായിട്ട് പോകും കേട്ടോ. ഈ വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അരിപ്പൊടിയിൽ ചെയ്തെടുക്കുന്ന വെള്ളപ്പമാണ് കേട്ടോ. അപ്പം ഇന്ന് ചോറുണ്ടായിരുന്നില്ല കേട്ടോ, എനിക്കതിൽ ചേർക്കാൻ 2 ടീസ്പൂൺ ചോറ് വേണമായിരുന്നു. പക്ഷെ ചോറുണ്ടായിരുന്നില്ല. കുറേ ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ കുക്ക് ചെയ്യാറില്ല എന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവല് ചുടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അത് ചോറിന് പകരം 2 ടീസ്പൂണ് അവലാണ് കേട്ടോ ചേർത്തത് വെള്ളപ്പത്തിൽ. അത് ടേസ്റ്റിന് മാറ്റമൊന്നുമില്ല കേട്ടോ. അവലപ്പല്ല, അവലപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ വേറെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ ഇതാ പനീർ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഓയിലിൽ, സൺഫ്ലവർ ഓയിലിൽ ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ഇട്ടാലാണ് കറിയിൽ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഒരു എരിവും പുളിയൊക്കെ പിടിച്ചിട്ട്, നല്ല എരിവും ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ. അപ്പോൾ ഒരുപാട് ദിവസമായില്ലേ കറക്റ്റായിട്ട് വീഡിയോ ഇടലൊക്കെ നിർത്തിയിട്ട്. ഇനിയിപ്പോൾ 1-2 ദിവസം കൂടെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കണേ. അതിൻ്റെ ഇടയ്ക്ക് സുഖമില്ലാതായും ചെയ്തു. പരിപാടികളും ഇങ്ങനെ ഒരു ഡിസോർഡർ ആയി കഴിഞ്ഞപ്പോഴേ ആകെ കോൾഡും ഒക്കെ ആയി. അവിടെ മുനീർക്കാക്കും സുഖമില്ല, മോനും ചെറുതായിട്ട് കോൾഡ് ഉണ്ട്, ഇനി മോൾക്കും തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ. ഇപ്പോൾ ഇതാ പനീർ ബട്ടർ മസാല ഞാൻ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എനിക്ക് അപ്പം എന്താ തോന്നുന്നത് അങ്ങനെ അങ്ങോട്ട് ചെയ്യും കേട്ടോ. പക്ഷെ ടേസ്റ്റാണ് കേട്ടോ എങ്ങനെ ഉണ്ടാക്കിയാലും. ഞാനിപ്പോൾ ചിലപ്പോൾ ഉള്ളി വഴറ്റിയിട്ട് ഉള്ളി ഇതാക്കാത്ത പേസ്റ്റ് ആക്കാതെ ഉണ്ടാക്കാറുണ്ട്. തക്കാളി മാത്രം പേസ്റ്റ് ആക്കിയിട്ട് ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ എല്ലാം പേസ്റ്റ് ആക്കിയിട്ടാണ് ഉണ്ടാക്കട്ടെ. എന്നും അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഉള്ളി ഒരു കഷ്ണം ബട്ടർ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലൊരു 10 അണ്ടിപ്പരിപ്പും കാഷ്യൂനട്ടും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കുക. ഗരം മസാല പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ചിലപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കും. ഇന്നിപ്പോൾ ഒക്കെ ഈസി പണിയാണ്, എളുപ്പം ചെയ്യുകയാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല. പിന്നെ എന്താ നമ്മൾ മസാല മിക്സ് ചെയ്ത് വെക്കാറുണ്ടല്ലോ, എന്താ മല്ലി, മുളക്, മഞ്ഞൾ എല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാറുണ്ട് ഞാൻ. അതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഇളക്കി മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് പച്ചമണം മാറുന്ന വരെ ഇളക്കിയെടുത്തിട്ട് തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വലിയ തക്കാളിയാണ് കേട്ടോ എടുത്തത്. ഇതിനിപ്പോൾ പേസ്റ്റായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് കറക്കി അരച്ചെടുക്കണം കേട്ടോ. ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് തണുപ്പ് പോട്ടെ, അല്ല ചൂട് പോട്ടെ, എന്തൊക്കെയോ പറയാല്ലേ. അപ്പോൾ ഇത് ഒന്ന് പേസ്റ്റാക്കി അരച്ചിട്ടെടുത്തു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് പനീർ ഇതിൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് കസൂരി മേത്തിയും ചേർത്ത് കൊടുക്കുക. കുറച്ച് ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷണലാട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഫ്രഷ് ക്രീം രേഷൻ ചേർത്ത് കൊടുത്താൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ, ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ലോണം കഴിച്ചു കേട്ടോ. ചെയ്യായാലും
കാക്കായാലൊക്കെ നല്ലോണം കഴിച്ചു. ഞാൻ പറഞ്ഞല്ലോ കുറേ ദിവസമായിട്ട് വീട്ടിൽ ഫുഡല്ലാത്തതുകൊണ്ടേ ഒരു മടുപ്പായിരുന്നു. അപ്പോൾ ഞാനതാണ് ഇന്നിപ്പോൾ അങ്ങനെ ചെയ്തത് തന്നെ. ഇന്നലെ ഞങ്ങൾക്ക് ആർക്കും സുഖമില്ലാത്ത കാരണം ഞാൻ കഞ്ഞി വെച്ചിരുന്നു, പക്ഷെ ആരും കഴിച്ചില്ല കേട്ടോ. ആർക്കും വേണ്ടായിരുന്നു, ക്ഷീണവും കാര്യങ്ങളൊക്കെ കൂടായിട്ട്. അപ്പം ഇനിയിപ്പോൾ വെള്ളപ്പം ചൂടാനായിട്ട് തുടങ്ങട്ടെ കേട്ടോ. ഈ വെള്ളപ്പം ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും. പുതുതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്, ഞാൻ ഐക്കാർട്ടിൽ കൊടുക്കാം കേട്ടോ, മേലെ കൊടുക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൊണ്ടു. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു വെള്ളപ്പാണ്. നമുക്ക് ആരെങ്കിലും പെട്ടെന്ന് ഗസ്റ്റ് വരികയാണെങ്കിലും അല്ലെങ്കിൽ രാവിലെ തലേന്നൊന്നും അരച്ച് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. രാവിലെ പെട്ടെന്നൊരു പ്ലാനിങ്ങിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള അപ്പമാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. അപ്പോൾ ഇതാ അപ്പമൊക്കെ ചുട്ടു. ഇനിയിപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും പോയാൽ മതി എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ സുഖമില്ല ഇങ്ങനെ ഇങ്ങനെ നടത്തം തന്നെ ആയിട്ട്. കാക്കാക്ക് തീരെ ശബ്ദമില്ല കേട്ടാ ഒന്നും. സത്യം പറഞ്ഞാൽ കാക്കാക്ക് വോയിസ് ഓവർ കൊടുക്കലാണ് എനിക്ക് പണി. മൂപ്പര് താളക്കാട്ടും ഞാനിങ്ങനെ വോയിസ് ഓവർ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവണില്ല ചില സമയത്ത് എങ്ങനെ എന്താ പറയണതെന്ന്. അങ്ങനത്തെ അവസ്ഥയിലെത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഷൂറാക്ക് നമുക്കിവിടെ ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് തന്നെ ബേസിന്റെ അടിയിൽ 2 ഡ്രോയർ ഷൂറാക്ക് ആക്കി സെറ്റ് ചെയ്ത് തന്നായിരുന്നു കേട്ടോ, വുഡിന്റെ. അപ്പൊ അതുകൊണ്ട് ആ ഡ്രോയർ ഇങ്ങോട്ട് വലിച്ചാൽ ഒരു അത്യാവശ്യം ഒരു 10-15 പേര് ചെരുപ്പൊക്കെ വയ്ക്കായിരുന്നു കേട്ടോ. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബേസിന്റെ അടിയിലായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ചിലപ്പോഴൊക്കെ അത് ഈർപ്പം കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് ചെരുപ്പ് നാശമാവുകയാണ്. അപ്പൊ ഇങ്ങനെ ലെതറിന്റെ ചെരുപ്പുകളും ഒക്കെ ഇങ്ങനെ പൂപ്പല് വരിക. അപ്പൊ ഞാനിപ്പോ ഇവിടെ ചെരുപ്പ് വെക്കാറില്ല കേട്ടോ, ഷൂ വെക്കാറില്ല. വേറെ ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ട് നമ്മളെ സ്റ്റെയർ കേസിന്റെ താഴെ വെക്കലാ പതിവ്. അപ്പൊ ഞാൻ വിചാരിച്ചപ്പോ സിറ്റ് ഔട്ടിലൊരു ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു ഈ സ്ഥാനത്ത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ അതില് കളർ ഫിഷിനെ കൊണ്ടുവന്നിട്ടിരുന്നു കേട്ടാ. ഇവിടെ മുനിയർക്കാക്കൊരു സ്വഭാവമുള്ള എന്താ വെച്ചാല് ജീവികളൊക്കെ ഭയങ്കര ഇഷ്ടാട്ടാ. മീനുകൾ എന്നല്ല എല്ലാ ജീവികളും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവിടുന്ന് ഇവിടുന്നൊക്കെ പല ഐറ്റം മീനും കൊടുത്തിട്ട് അതിലിടും. അങ്ങനെ ആകെ പച്ച കളറായിരുന്നു വെള്ളം. അതിപ്പോ ഞാൻ ഒഴിവാക്കി, എന്നിട്ട് അങ്ങനെ ഔട്ട് ഹൗസ്ക്ക് എടുത്തു വെച്ചു. അപ്പൊ ആ ഭാഗത്ത് ഞാനൊരു ഷൂറാക്ക് സെറ്റ് ചെയ്യിച്ചു. അത് നമ്മളെ അടുത്ത് തന്നെ വൈലത്തൂര് അവരെ ഏജൻസി ഉണ്ട്, അവിടുന്ന് ആളോട് വരാൻ പറഞ്ഞിട്ട് വെപ്പിച്ചു. അപ്പൊ ഇന്ന് രാവിലെ വന്ന് വെച്ചു. 10 മണി ആവണേന് മുന്നേ വരുന്നാ പറഞ്ഞിരുന്നത്. അതാ പിന്നെ ഒന്നും കൂടെ ലാഗാക്കിയത് പോക്ക്. അപ്പോൾ മെഹഫിൽ എന്നാണ് കേട്ടോ ഒരു ഷോപ്പിന്റെ പേര്. ഈ നമ്പറിൽ ഈ ഭാഗത്ത് ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. നല്ല പ്രോഡക്റ്റ് ആണ്. ഞാൻ 5 തട്ടുള്ളതാണ് വെച്ചത്. അയാൾ പറഞ്ഞ കണക്കിന് 3 വെച്ച് മര്യാദക്ക് വെക്കുകയാണെങ്കിൽ 3 പെയർ വെച്ചിട്ട് 15 ജോഡി വെക്കാം. പക്ഷെ ഞാനതിൽ 10-25 ജോഡി വെച്ചു കേട്ടാ. ഈ ഡ്രസ്സ് ഞാൻ മുന്നേ ഏതോ ഒരു വ്ളോഗിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റിച്ചിങ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിസൈൻ ചെയ്തിരുന്നു വാങ്ങിയിട്ട് മോക്ക് കല്യാണത്തിന്, ഇവിടെ ഏട്ടൻ്റെ മോൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് നിൽക്കാതിൻ്റെ ദിവസത്തേക്ക് ആ ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് അവിടെ ഇട്ടത്. അപ്പം ഞാൻ പറയായിരുന്നു ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ എന്ന്. ഇത് ഞാൻ ഓരോ പീസും വേറെ വേറെ ബാക്കിലേക്കുള്ളതും മുന്നിലേക്കുള്ളതും ഷോളും ഒക്കെ സ്കാലപ്പൊക്കെ ചെയ്ത് അങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തതാട്ടോ സീനത്ത് നിന്ന് മെറ്റീരിയൽ എടുത്തിട്ട്. അപ്പൊ ഇതപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ലാറ നല്ല കളിയാണ്. ഇത് നമ്മളന്ന് സൈലറിൽ പോയിട്ട് ഇവക്ക് ഡ്രസ്സ് എടുക്കുന്ന ഒരു വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അവള് ഇട്ട് കാണിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ ഡ്രസ്സാണ് കേട്ടോ. അതവര് ഗസ്റ്റുകളൊക്കെ ഫുഡ് കഴിച്ച് പോയി തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ ചെറിയൊരു ക്ലിപ്പ് സീനു എനിക്ക് എടുത്ത് തന്നാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ ഗസ്റ്റൊക്കെ വന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കാറില്ല കേട്ടോ. നമുക്ക് കുറെ കാലം കഴിഞ്ഞിട്ട് കാണല്ലേ, അപ്പൊ സംസാരിക്കാനും വേറെയുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നെസ്റ്റോയിലൊന്ന് കയറി. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് മോളെ തിരിച്ചു കൊണ്ടാക്കണമല്ലോ. അപ്പോൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ നമ്മളെ വീട്ടിൽ ചെറിയൊരു സൽക്കാരം വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാറ്ററിങ്ങിനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ, ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കുകയാണ്. പക്ഷെ അല്ലാത്ത കുറച്ച് സംഗതികളൊക്കെ വീട്ടിൽ ആവശ്യമുള്ള ചെറിയ സംഗതികളൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നെസ്റ്റോയിലൊക്കെ ഒന്ന് കയറി കുറച്ച് സമയമായിട്ട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഇത് വയ്യാന്ന് പറഞ്ഞാൽ അത്യാവശ്യങ്ങൾ ചെയ്യാതിരിക്കാൻ വയ്യല്ലോ, അതുകൊണ്ട് കയറിയതാട്ടാ. മോളെ കൊണ്ടുവിടുമ്പോൾ കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുപോകുള്ളു, ഈ മുറുക്ക് ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ രാത്രി ഇരുന്ന് പഠിക്കുമ്പോൾ കമ്പനി ആയിട്ട് കഴിക്കും എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനൊക്കെ കൊണ്ടുപോകും. പിന്നെ അവിടെ ചെന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ വളരെ ചുരുക്കമാണ്, ഭയങ്കര മടിയാണ്. ഒന്നാമത് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇഷ്ടമില്ല എന്നുള്ളതാണ് സത്യം.
പിന്നെ കഴിക്കൂല. അപ്പൊ പിന്നെ വല്ല ബിസ്ക്കറ്റോ മുറുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണ് പോവുക. അപ്പൊ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് അതും കൊണ്ടുപോകും കേട്ടോ. പിന്നെ പെൺകുട്ടികൾക്ക് പൊതുവെ ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമല്ല, അവർക്കും ഇഷ്ടമാണ് കേട്ടോ, നമ്മൾ കൂടെ പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ നഗറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് വാങ്ങി അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരിക ചെയ്ത് കേട്ടോ. അപ്പം ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, എല്ലാവരും മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി വീണ്ടും ഒരു വ്ളോഗ് ആയിട്ട് വരുന്നത് വരെയും അസ്സലാമു അലൈക്കും.